ഹലോ ഗായ്സ്, ഇത് നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗ് കേട്ടോ. ചെറിയൊരു മിനി വ്ളോഗ്. ഞാനിന്ന് ലീവായിരുന്നു, അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് എന്താണ് പാലക്കാട് ഫെസ്റ്റിൻ്റെ അത്ഭുത വെള്ളച്ചാട്ടത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അനിയത്തി അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ബ്രദർ, വൈഫ്. അവിടെ പോയതാണെങ്കിലോ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫുള്ളായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറി. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ പിന്നെ എന്താ വെച്ചാൽ അവിടെ ഇത് കുറച്ച് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായി. ടിക്കറ്റ് ഇടയിൽ വെച്ചിട്ട് 10 മിനിറ്റ് സ്റ്റോപ്പ് ചെയ്തു, തിരക്കൊന്ന് കുറയും. പക്ഷേ അങ്ങനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യും തോറും നമുക്ക് ആളുകൾ കൂടുതൽ ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ കയറി എൻട്രൻസ് വഴി അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കയറുന്നത് വാട്ടർഫാൾസിലേക്കാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കളിക്കുക എന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. ബാക്കി പാർക്ക് എല്ലാം കഴിഞ്ഞ് അവസാനം വേണം നമുക്ക് വെള്ളത്തിൽ കളിക്കാൻ. അന്നേരം ഞങ്ങളും പ്രതീക്ഷിച്ചു പോയി പാർക്കൊക്കെ കളിക്കൽ കഴിഞ്ഞിട്ട് വാട്ടർഫാൾസിലേക്ക് വരാമെന്ന്. ബട്ട് പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ വിടില്ല എന്ന് പറഞ്ഞു. തിരക്ക് കൊണ്ടാണെങ്കിലും അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അതിൽ കയറിയ ക്യാഷ് മുതലാക്കാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് എവിടെയാണോ തോന്നുന്നത് അത് കളിക്കാനുള്ളൊരു സൗകര്യം ചെയ്തു തരണമായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല എൻജോയ് ചെയ്തു, അടിപൊളിയായി. കുട്ടികളൊക്കെ അത്യാവശ്യം എൻജോയ് ചെയ്തു. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് സാറ്റർഡേ അല്ലേ, അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുട്ടികൾ അത്ര കളിക്കാൻ പറ്റിയില്ലല്ലോ പറഞ്ഞ് നമ്മൾ അടുത്തത് വിട്ടത് എവിടെയാണെന്നറിയോ? നമ്മുടെ നെയ്സ് സ്പോട്ട് കേട്ടോ. വലിയ സെറ്റപ്പൊന്നും ഇല്ലെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. അവിടെ ശരിക്കും നമ്മൾ ഫസ്റ്റിന് പോയി എൻജോയ് ചെയ്തതിനേക്കാളും നല്ല എൻജോയ് ചെയ്തു. കുട്ടികൾക്ക് പറയാൻ എന്താ പറയുക, നല്ല ഫ്രീഡം. കുട്ടികൾക്ക് എവിടെ വേണേലും ഓടാൻ ചാടാൻ കളിക്കാം. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് എടുത്താണ്. പക്ഷെ എന്നാലും ഉള്ളിൽ അത്യാവശ്യമൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ആളുകളൊക്കെ പോയതിന് ശേഷമാണ് അത്യാവശ്യം വീഡിയോസ് പോലും എടുത്തത്. എന്നാലും നൈസ് സ്പോട്ട് ഭയങ്കര സംഭവമായിരുന്നു. കുട്ടികൾക്കൊക്കെ കളിച്ചു, ഒരു നല്ല എൻജോയ് ചെയ്തു. നമ്മളൊക്കെ ഒരു ഭാഗത്ത് ഇരിക്കുവാണെങ്കിൽ കൂടി മക്കൾ മാക്സിമം അവിടെയുള്ള ചെറിയ ടോയ്സ് വെച്ചിട്ടാണെങ്കിലും നല്ല എൻജോയ് ചെയ്തു. എന്നാലും അത്യാവശ്യം പാർക്കിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കളിക്കാൻ കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം മാത്രമല്ല, എന്നാലും അടിപൊളിയാണ്. അതുകൂടി വന്നാൽ കുട്ടികൾ കുറച്ചുകൂടി എൻജോയ് ചെയ്യാം. സ്പോട്ടിലെത്തുമ്പോൾ ഒരു 8:30 ആ ഒരു ടൈമായിരുന്നു. ഞങ്ങൾ എന്നിട്ട് 10 മണി വരെയും അവിടെ ക്ലോസ് ചെയ്യുന്ന വരയ്ക്കും ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ ഐസ്ക്രീം, പോപ്കോൺ ഇതൊക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ കുറേ നേരം എൻജോയ് ഒക്കെ ചെയ്തു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.